വളരെ ഒരു ഖേദകരമായ ഒരു വാർത്ത പുറത്തു വരുന്നു. അതായത് ഒരു അധ്യാപികയ്ക്കും മകൾക്കും ഒരു റോഡ് ആക്സിഡൻ്റ് ഉണ്ടാകുന്നു. തിരൂരങ്ങാടിയിലാണ്, മലപ്പുറം ജില്ലയിൽ. അപ്പോൾ അവരുടെ ആ അധ്യാപികയുടെ കാലിൻ്റെ എല്ലിന് പൊട്ടലേൽക്കുന്നു കേട്ടോ. കാലൊടിഞ്ഞു നമ്മൾ പറയുന്നത് പോലെ തന്നെ ഭയങ്കര എല്ല് ബോൺ പൊട്ടിക്കഴിഞ്ഞാലുള്ള വേദന എന്ന് പറയുന്നത് അത്രത്തോളം എക്സ്ക്രൂഷിയേറ്റിംഗ് ആയിട്ടുള്ള പെയിനാണ്. നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയല്ല. എനിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് സഹിക്കാൻ ഒക്കത്തില്ല വേദന. എല്ലൊടിച്ച് കഴിഞ്ഞാലുള്ള വേദന എന്ന് പറയുന്നത് ഒരിക്കലും അത്രത്തോളം ഭയങ്കര വേദനയാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു. ഇവരെ പെട്ടെന്ന് തന്നെ അവിടെ ആളുകളെല്ലാം കൂടെ എടുത്ത് അവിടെ മലപ്പുറത്ത് തിരൂരങ്ങാടിയിൽ ഒരു താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു കേട്ടോ. ഗവൺമെൻറ് ആശുപത്രിയാണ് അവിടെ. അപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ അവിടെ ഉണ്ട്. ഇവർ 2 മണിക്കൂർ അവിടെ കിടന്ന് ഈ വേദന സഹിച്ചിട്ട് അവിടെ ചെന്നിട്ട് ഇവരെ തിരിഞ്ഞു നോക്കില്ല. പിന്നെ ഒരു നിവൃത്തിയില്ലാതെ അവർ പോയി വേറെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇത് വലിയ പരാതിയായി പ്രശ്നമായി ഒക്കെ കഴിഞ്ഞപ്പോൾ DMO അതിനകത്തൊരു അന്വേഷണം നടത്തി. DMO അന്വേഷണം നടത്തിയിട്ട് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി. അത് കൃത്യവിലോപം ആണ് നടന്നേക്കുന്നത്. ഡെറിലിക്ഷൻ, അതായത് ഓഫ് ഡ്യൂട്ടി, അത് കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതല്ല വേണ്ടത്, മനുഷ്യത്വമല്ല വേണ്ടത്. അയാളുടെ വെർഷൻ എന്താണെന്നറിയാം ഡോക്ടറുടെ? അവിടെ വേറെ കേസുകളൊക്കെ ആയിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേദന കൊണ്ട് കിടന്ന് പുളയ എല്ലൊടിച്ചിട്ട്. അപ്പോൾ അയാൾക്ക് അത് അവിടെ നിർത്തി വെച്ചതിന് ശേഷം കാഷ്വാലിറ്റിയിലേക്ക് വന്ന് ഇതൊന്ന് നോക്കിയിട്ട് പോയിട്ട് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തിയാൽ പോരെ. എല്ലാവരും അങ്ങ് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അരിപ്രാവല്ലേ അയാൾ. ഈ രീതിയിലാണ് പെരുമാറ്റം. മനുഷ്യത്വം എന്ന് പറയുന്നത് ഇല്ലാതായി. അപ്പോൾ ഡോക്ടർമാരിലായാലും ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഡോക്ടർമാർക്കും യഥാർത്ഥത്തിൽ നഴ്സസിനുമാണ്, ആരോഗ്യ പ്രവർത്തകർക്കാണ്. കാരണം ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ മൗലികാവകാശമാണ്. ആരോഗ്യ സംരക്ഷണം ആർട്ടിക്കിൾ 21 വരും. അത് റൈറ്റ് ടു ലൈഫിനകത്ത് വരുന്നതാണ്. ഈ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ബാധ്യത ആർക്കാം? മൗലികാവകാശം പ്രൊട്ടക്റ്റ് ചെയ്യാൻ സർക്കാരിനാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞ ആരോഗ്യ പ്രവർത്തകരെന്ന് പറയുന്നത് ആരായാലും ശരി, അവരിതേപോലെ ഈ ആരോഗ്യ സംരക്ഷണത്തിന്, പൗരൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് അവർക്ക് വലിയ ബാധ്യതയുണ്ട്. അത് തിരിച്ചറിയണം. അതെങ്ങനെ അറിയുന്നുണ്ടോ? ഇതുപോലുള്ള കാര്യങ്ങളല്ലേ നമ്മൾ കാണുന്നത് മുഴുവൻ. ഇപ്പോൾ ട്രാഫിക് ആക്സിഡൻസ് എന്ന് പറയുന്നത് അതൊക്കെ റോഡിലൊക്കെ വാഹനം ഓടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്ത് തോന്നിവാസമായിട്ടാണ് ഓടിക്കുന്നറിയാം. ഇപ്പോൾ ഇന്നലെ തന്നെ ഇവിടെ ഒരു 2 ബസ്സുകൾ കേട്ടോ, പ്രൈവറ്റ് ബസ്സാണ്. ആ പ്രൈവറ്റ് ഒരൊറ്റ ഓണറുടെ വകയായി 2. പക്ഷേ യുവന്മാർക്ക് മുമ്പേ പോയേ പറ്റുള്ളൂ അതിനകത്ത്. അപ്പോൾ അങ്ങോട്ട് 2ഉം കൂടെ മത്സര ഓട്ടം അങ്ങോട്ട് നടത്തിയിട്ട് സ്കൂട്ടറിൽ പോയ ഒരു പാവസ്ത്രീയെ ക്രഷ് ചെയ്ത് 2 ബസ്സും കൂടെ ചേർന്ന് കൊലപ്പെടുത്തുക. ഇതൊക്കെ റോഡിൽ നടക്കുന്നേ. ഇതെന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ വളരെ മര്യാദയായിട്ട് വാഹനം ഓടിക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കണം. അവരെയൊക്കെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം. മേലാൻ വണ്ടി ഓടിക്കരുത്. കാരണം വണ്ടി ഓടിക്കാൻ അർഹനല്ല. ഈ ഒരു കാഴ്ചപ്പാട് നോക്കുക. ഇതെങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട്? ഇത് ഗതാഗത വകുപ്പും ഒക്കെ അതിനകത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കണം, നിർദ്ദേശങ്ങൾ കൊടുക്കണം, കഠിനമായ ആക്ഷൻസ് വേണം. എവിടെ കഠിനമായ ആക്ഷൻ ഉണ്ടോ അവിടെ ഒരുപാട് കാര്യങ്ങൾ ക്രൈം കുറയുമെന്നുള്ളതിന് ഒരു സംശയമില്ല. അത് കുറച്ചെടുക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ആശുപത്രികളിൽ വേറൊരെണ്ണം നമ്മൾ കണ്ടു. ഒരു കൊച്ചു കുഞ്ഞ് 4-5 മാസം പ്രായമുള്ള കുഞ്ഞാണ്. അതിന് പനി വന്നപ്പോൾ ഡോക്ടർ എടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്തു കേട്ടോ. കാൽപോളിൻ്റെ സിറപ്പാണ് ഡ്രോപ്സ് ആയിട്ട് കൊടുക്കേണ്ടത്, എഴുതി കൊടുത്തു. അതിന് കൊടുക്കേണ്ട അളവുണ്ട് ആ ഡ്രോപ്സ്. അത് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയാം, കാൽപോളിൻ്റെ ഏറ്റവും കൂടിയൊരു സാധനം വേറെ, അതായത് നല്ല പ്രായമുള്ളവർക്ക് കൊടുക്കുന്ന അത്ര ഹെവി ഡോസാണ്. അതെടുത്ത് കൊടുത്തു. ഇത് കാൽപോളെന്ന് കാണുമ്പോൾ ഇവർ നോക്കിയാലും അറിയില്ലല്ലോ. ഇതെടുത്ത് കുഞ്ഞിന് കൊടുത്തു. കുഞ്ഞിൻ്റെ ലിവർ ഫെയിലായി. അത് വളരെ ഗുരുതരാവസ്ഥയിലായി. അത് വളരെ ഭയങ്കര അത്രത്തോളം ഗുരുതരാവസ്ഥയിലായപ്പോൾ അത് ആശുപത്രിയിൽ ആ കുഞ്ഞ് യഥാർത്ഥത്തിൽ അത് വെന്റിലേറ്റ് ചെയ്യപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ICUവിലായിരുന്നു. ഇപ്പോൾ അത് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് അത് ജീവിതത്തിലേക്ക് പതുക്കെ തിരിച്ചു വന്നു. അതിൻ്റെ ലിവർ അത് ഏതാണ്ട് പൂർവ്വസ്ഥിതിയിലായി തുടങ്ങി. കാരണം ലിവർ ഫെയിലായതാണ്. കാരണം ലിവറിന് താങ്ങാൻ പറ്റത്തില്ല. ഇത് ആ രീതിയിലായി. ആ കുഞ്ഞിനൊക്കെ ഇനി അത് ഭാവി കാലത്ത് പോലും
എന്തുമാത്രം അഡ്വേഴ്സായിട്ട് അതിനെ എതിരായിട്ട് ബാധിക്കുന്നറിയോ? നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇങ്ങനൊരു ഇമ്പാക്റ്റ് ബോഡിയിൽ ഉണ്ടായാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ആ മെഡിക്കൽ സ്റ്റോറിൽ എൻ്റെ ലൈസൻസ് ഏതാണ്ട് സസ്പെൻഡ് ചെയ്ത് പൂട്ടിക്കളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞുടനെ തുറന്നു. അതെങ്ങനെ തുറന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് അന്വേഷിക്കണം. ഇപ്പോൾ അവിടുത്തെ ലോക്കൽ ബോഡിയും അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ മറുപടി പറയേണ്ട ഒരു കാര്യമല്ലേ? DMOയ്ക്കില്ലേ ഇതിനകത്ത് ബാധ്യതയില്ലേ? അപ്പോൾ ആ ലോക്കൽ ബോഡി ഇതെങ്ങനെ തുറന്നു? പക്ഷേ ജനങ്ങൾ കൂടി ഇതങ്ങ് പൂട്ടിച്ചു വീണ്ടും. ഇതിനി തുറക്കാൻ സമ്മതിക്കില്ല. കാരണം അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റ് ഇല്ല എന്നാണ്. പലയിടത്തും ഇല്ല. ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ നിർബന്ധമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റ് വേണം. അതില്ലാതെ മെഡിക്കൽ സ്റ്റോറിന് ലൈസൻസ് കൊടുക്കത്തില്ല. അത് നടത്തണമെങ്കിൽ ആ ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അവിടെ ഇനി എന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റ് വരുന്നോ അതുവരെ നീ ഇത് തുറക്കണ്ട എന്നാണ് പറയുന്നത്. എങ്ങനെയും വിറ്റ് കാശുണ്ടാക്കി അത് അയാൾ ബുദ്ധിമുട്ടായിരിക്കും, കച്ചവടക്കാരന് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റിനെ വെച്ചിട്ട് മെഡിക്കൽ സ്റ്റോർ നടത്തിയാൽ മതി. ഇല്ലെങ്കിൽ വേറെ മുറുക്കങ്ങട നടത്തിക്കൊള്ളൂ. അതിന് ഫാർമസിസ്റ്റ് വേണ്ടല്ലോ. അതുപോലെ പെട്ടിക്കട നടത്തുന്നതിന് അങ്ങനെ നടത്തിയാൽ മതി. മരുന്ന് വിറ്റ് കാശ് വാങ്ങണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ലാഭം എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഫാർമസിസ്റ്റിനെ വെക്കണം എന്നുള്ള ആ മാനദണ്ഡം പാലിക്കണം. ഈ ഡോക്ടർമാർ എഴുതി കൊടുക്കുന്ന മരുന്നുകൾ എഴുതുന്ന കണ്ടിട്ടില്ലേ? മനുഷ്യന് വായിക്കാൻ പറ്റുമോ ഇവരെഴുതുന്നത്? എനിക്കൊന്ന് ഈ ഡോക്ടറുടെ തന്നെ ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാരെഴുതിയാന്ന് ചിലപ്പോൾ അയാൾ ചോദിച്ചിരിക്കും. ഇത് മനസ്സിലാക്കരുത് നമ്മൾ. ആ രീതിയിലാണ് ഈ മരുന്ന് എഴുതുന്നത് പലപ്പോഴും. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാൻ ഈ ഫാർമസിസ്റ്റ് വേണം. അല്ലാതെ അവിടെ നിൽക്കുന്ന ലേമനായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട പീഡിയാട്രിക് ഡ്രോപ്സിന് പകരം മുതിർന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ഡോസ്, ഹെവി ഡോസിലുള്ള മരുന്ന് എടുത്ത് കൈ കൊടുക്കും. അതുപോലെ അത് ആ കുഞ്ഞിൻ്റെ ജീവിതവും പോകും. അങ്ങനെ ആകരുത്. നമുക്ക് നോക്കണം, ഏത് കാര്യത്തിലും നമ്മൾ ജീവിക്കുന്നതോടൊപ്പം നമുക്കും റൈറ്റ് ടു ലൈഫാണ് ഈ കച്ചവടം നടത്തേണ്ടതിൻ്റെ. പക്ഷേ അന്യ ആളുകളുടെ ജീവിതത്തിലെ ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ഒരു കണക്കൂട്ടൽ വേണം. അത് വണ്ടി ഓടിക്കുന്നവന് വേണം. അവന് ജീവിക്കാനായി ഓടിക്കുന്നത്. മത്സരയോട്ടം നടത്തുമ്പോൾ അവൻ ആലോചിക്കണം, ഈ റോഡിലുള്ളവരെ കൊല്ലാനുള്ളതല്ല, അതിനുള്ള അവകാശം എനിക്കില്ല എന്ന് മനസ്സിലാക്കണം. ആശുപത്രികളിൽ ഡോക്ടർമാർ വിചാരിക്കണം, അവിടെ വരുന്ന വേദനയോടുകൂടി വരുന്ന ഓരോ പേഷ്യൻസിനും ഞാൻ അവർക്ക് വേണ്ട താങ്ങാകണം, തണലാകണം എന്നുള്ളൊരു കാഴ്ചപ്പാട് വേണം. ആരോഗ്യരംഗത്തൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മെക്കാനിക്കൽ ലൈഫല്ല ഈ ഡോക്ടർമാരും അതുപോലെ തന്നെ നേഴ്സസും അതുപോലെ മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫും ഒക്കെ നോക്കേണ്ടത്, ചെയ്യേണ്ടത്. അവർ കുറെ കൂടെ വലിയ വിട്ടുവീഴ്ച അവരുടെ ഭാഗത്തുനിന്ന് ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ വേണം. മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കണം അവർക്ക് മറ്റേ ആളുകളുടെ ആരോഗ്യത്തിൽ. അതില്ലെങ്കിൽ ഈ ജോലി ചെയ്യാൻ അവരാരും അർഹരല്ല. അവ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, അതായത് മനുഷ്യരുമായിട്ട് സമൂഹമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും വേണ്ടതെന്ന് പറയുന്നത് മനുഷ്യത്വപരമായ ഒരു സമീപനമാണ്. അതായത് റൈറ്റ് ടു ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ റൈറ്റ് ടു ലൈഫ് നോക്കുന്നത് പോലെ അന്യ ആളുകളുടെ റൈറ്റ് ടു ലൈഫും പരിഗണിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്.